ഗസയിൽ ഇസ്രായേൽ ഓരോ 45 മിനിറ്റിലും ഒരു കുട്ടിയെ കൊന്നു തള്ളുന്നുണ്ടെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ 535 ദിവസത്തിനിടെ ഓരോ ദിവസവും ശരാശരി 30 കുട്ടികൾ വീതം കൊല്ലപ്പെട്ടു. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ 17,400 കുട്ടികളെ കൊന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അതിൽ 15,600 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ കണക്കെടുത്താൽ ഇരട്ടിയിലധികം വരും. മിക്കവരും മരിച്ചതായാണ് കരുതപ്പെടുന്നത്. അതിജീവിച്ച കുട്ടികളിൽ പലരും ഒന്നിലധികം യുദ്ധങ്ങളുടെ ആഘാതം അനുഭവിച്ചവരാണ്. ജനിച്ച നാൾ മുതൽ നിലനിൽപ്പിന്റെ എല്ലാ വശങ്ങളും കൊട്ടിയടച്ച ഇസ്രായേലി ഉപരോധത്തിന്റെ അടിച്ചമർത്തലിൽ ജീവിതം ചെലവഴിച്ചവരാണ്. മനുഷ്യർക്ക് ഇത്രയും ക്രൂരരാവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഗസയിൽ കാണാം. സകല മാനുഷിക മൂല്യങ്ങളും അന്താരാഷ്ട്ര മര്യാദകളും കാറ്റിൽ പറത്തി ഗസയെ കുട്ടികളുടെ ശവപ്പറമ്പാക്കി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. ലോകം ഇതിനകം നേടിയെന്ന് അവകാശപ്പെടുന്ന മാനുഷിക മൂല്യങ്ങളൊക്കെ വെല്ലുവിളിച്ച് ചോര കൊണ്ട് യുദ്ധത്തിന്റെ പുതിയ അധ്യായം എഴുതി കഴിഞ്ഞിരിക്കുന്നു. യുദ്ധവേളകളിൽ ഒരു കുഞ്ഞിന് പോലും പരിക്കേൽക്കരുതെന്ന ചട്ടത്തിന് തുടക്കത്തിൽ തന്നെ ഗസയിൽ പ്രസക്തി നഷ്ടപ്പെട്ടിരുന്നു. കളിച്ചിരികളുടെ പ്രായത്തിൽ ജീവൻ നഷ്ടപ്പെട്ടും അംഗഭംഗം വന്നും അനാഥരായും എത്രയെത്ര കുഞ്ഞുങ്ങളാണ് അവിടെയുള്ളത്. ഗസയിൽ ഇതിനകമുണ്ടായ നാശനഷ്ടങ്ങളുടെയും ജനങ്ങളുടെ കഷ്ടപ്പാടുകളുടെയും പിഞ്ഞു കുഞ്ഞുങ്ങളുടെ നിലവിളികളുടെയും യഥാർത്ഥ ചിത്രം എത്രത്തോളം ലോകത്തിനു മുന്നിലേക്ക് പുറത്തു വന്നുവെന്ന കാര്യം സംശയമാണ്. ഗസയിലെ 2.3 ദശലക്ഷം നിവാസികളിൽ പകുതിയോളവും കുട്ടികളാണ്. കഴിഞ്ഞ 17 മാസത്തിനിടെ നടന്ന ഇസ്രായേലി ആക്രമണങ്ങളിൽ അവരുടെ വീടുകൾ, സ്കൂളുകൾ, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ എന്നിവയെല്ലാം തകർക്കപ്പെട്ടു. ഒന്നാം ജന്മദിനം ആഘോഷിക്കാൻ പോലും പ്രായമാകാത്ത 825 കുഞ്ഞുങ്ങളെ ഇസ്രായേൽ ബോംബിട്ട് കൊന്നുകളഞ്ഞു. 1 വയസ്സുള്ള 895 കുട്ടികൾ അവരുടെ ആദ്യ ചുവട് വയ്ക്കുന്നതിന് മുൻപ് തന്നെ കൊല്ലപ്പെട്ടു. 2 മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള 3266 പേർ, ക്ലാസ് മുറികളിലേക്ക് എത്താതെ 6 മുതൽ 10 വയസ്സുവരെ പ്രായമുള്ള 4032 പേരെയും കൊന്നുകളഞ്ഞു. 2012, 2014, 2021 വർഷങ്ങളിൽ നടന്ന യുദ്ധങ്ങളെ അതിജീവിച്ചെങ്കിലും 2023 ഇസ്രായേൽ ജീവനെടുത്ത 11 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള 3646 പേരും മരണക്കണക്കിലുണ്ട്. 15നും 17നും ഇടയിൽ പ്രായമുള്ള 2949 പേർ. 2008 മുതൽ 2021 വരെ 4 യുദ്ധങ്ങളെ അതിജീവിച്ച 17 വയസ്സ് പ്രായമുള്ള കുട്ടികളെ 5ാമത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഇതിൽ 8899 പേർ ആൺകുട്ടികളും 6714 പേർ പെൺകുട്ടികളുമാണ്. മാർച്ച് 18-ന് ഗസ മുനമ്പിലുടനീളം ഒരേ സമയം ഇസ്രായേൽ സൈന്യം 100 തവണയാണ് ആക്രമണം നടത്തിയത്. 36 മണിക്കൂറിനുള്ളിൽ 183 കുട്ടികളും 94 സ്ത്രീകളും 34 വൃദ്ധരും 125 പുരുഷന്മാരും ഉൾപ്പെടെ 436 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട കുട്ടികളിൽ 1 വയസ്സുള്ള മുഹമ്മദ് അബു ഹിലാലും ഉൾപ്പെടുന്നു. ഇസ്രായേൽ സുരക്ഷിത മേഖല എന്ന് അവകാശപ്പെട്ടിരുന്ന അൽമവാസി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 മാസം ഗർഭിണിയായ അമ്മ അഫ്നാനൊപ്പമാണ് കുഞ്ഞു മുഹമ്മദ് കൊല്ലപ്പെട്ടത്. കുടുംബം സുരക്ഷിതരായിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവരെ അൽമവാസി ക്യാമ്പിലേക്ക് എത്തിച്ചതായിരുന്നു പിതാവ് അല. മകന്റെ നിർജീവ ശരീരവും താങ്ങി നിലവിളിച്ചുകൊണ്ട് ആ പിതാവ് വിളിച്ചു പറയുകയാണ്: പ്രിയപ്പെട്ട മകനെ, നീ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. നിനക്കിഷ്ടപ്പെട്ട എല്ലാ കളിപ്പാട്ടങ്ങളും നിനക്ക് അവിടെ കിട്ടും. മുഹമ്മദ് എന്ന പേരുള്ള 935 കുട്ടികളെയാണ് ഇസ്രായേൽ ഇതുവരെ കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2023 നവംബറിൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ റീമിന് 3 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അവരുടെ സഹോദരൻ താരേക്കിന് 5 വയസ്സും. കുഞ്ഞ് റീമിന്റെ ജീവനറ്റ ശരീരം നെഞ്ചോട് ചേർത്ത് കൊഞ്ചിക്കുന്ന മുത്തച്ഛൻ ഖാലിദ് നബ്ഹാന്റെ ദൃശ്യങ്ങൾ നെഞ്ചുലയ്ക്കുന്നതായിരുന്നു. ദി സോൾ ഓഫ് മൈ സോൾ, എന്റെ ആത്മാവിന്റെ ആത്മാവെന്ന് വിളിച്ചുകൊണ്ട് റീമിനെ മതി വരാതെ ഉമ്മ വെച്ചുകൊണ്ടിരുന്ന ഖാലിദിന്റെ വിഷമം ഇനി റീം എന്നെ എങ്ങനെ കെട്ടിപ്പിടിക്കുമെന്ന് ഓർത്തായിരുന്നു. റീമിന് പിന്നാലെ 2024 ഡിസംബർ 16-ന് ഖാലിദിന്റെ ജീവൻ എടുത്തിരുന്നു ഇസ്രായേൽ. ഗസയിൽ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഇദ്ദേഹം. 2024 ജനുവരി 29-ന് പേടിച്ചരണ്ട് എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞ 5 വയസ്സുകാരി ഹിന്ദ് റജബിന്റെ ശബ്ദവും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുന്നതല്ല. ഹിന്ദ് രക്ഷപ്പെട്ടെങ്കിലും ഒരു ഇസ്രായേലി ടാങ്കർ രക്തം നിറഞ്ഞ ആ കാറിന് നേരെ വരുന്നത് അവൾ കണ്ടു. കാറിലുണ്ടായിരുന്ന ഫോണിൽ നിന്ന് ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയിലേക്കാണ് ആ 5 വയസ്സുകാരിയുടെ കോൾ പോയത്. അവസാന നിമിഷങ്ങളിൽ ഫോണിലൂടെ സഹായത്തിനായി അവൾ അപേക്ഷിച്ചു. അവളുടെ ഭയാനകമായ നിലവിളി ലോകത്തിന്റെ കാതുകളിൽ വേദനയോടെ ഇന്നും പ്രതിധ്വനിക്കുന്നുണ്ട്. എനിക്ക് പേടിയാകുന്നു, എന്നെ രക്ഷിക്കാൻ ആരെയെങ്കിലും ഇങ്ങോട്ടേക്ക് അയക്കൂ എന്ന് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു. 3 മണിക്കൂർ നീണ്ട വേദനാജനകമായ സംഭാഷണത്തിനിടെ ഹിന്ദ് ഈ വാക്കുകൾ തന്നെ ആവർത്തിച്ചു. 12 ദിവസങ്ങൾക്ക് ശേഷം കാറിൽ നിന്ന് കുടുംബാംഗങ്ങളുടെയും ഹിന്ദ് റജബിന്റെയും മൃതദേഹം കണ്ടെത്തി. ഒപ്പം അവളെ രക്ഷിക്കാൻ ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകരുടെ മൃതദേഹങ്ങളും ഉണ്ടായിരുന്നു. 2024 ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെട്ടു. ബെൽജിയത്തിലെ ബ്രസൽസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷന്റെ തലവൻ ബെൽജിയൻ ലെബനീസ് രാഷ്ട്രീയ പ്രവർത്തകനും എഴുത്തുകാരനുമായ ദിയാദ് അബു ജഖ്ജയും കരീം ഹസൂണുമാണ്. ഹിന്ദ് റജബിനും ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ദുരിതം അനുഭവിച്ചവർക്കും നീതി തേടി പോരാടുകയാണ് ഇവർ. 2023 ഒക്ടോബർ 19-ന് ഗസയിലെ ഏറ്റവും പഴക്കമേറിയ പള്ളിയായ സെന്റ് ഫോർഫിയസിൽ ഒരു ഇസ്രായേലി വ്യോമാക്രമണം നടന്നിരുന്നു.
18 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൂട്ടത്തിൽ സഹോദരങ്ങളായ 14-കാരൻ സുഹൈൽ റമീസ് അൽ സൗരി, 12-കാരി ജൂലി റമീസ് അൽ സൗരി, 10 വയസ്സുകാരി മജ് റമീസ് അൽ സൗരി എന്നിവരും ഉണ്ടായിരുന്നു. പള്ളിക്കുള്ളിൽ അഭയം തേടുന്നതിന്റെ തന്റെ കുട്ടികൾ കൊല്ലപ്പെട്ട ദുരന്ത നിമിഷത്തെക്കുറിച്ച്